ഇന്നലെ രാത്രി ഒരു ഫോൺ കോൾ. മാമ, സന്ധ്യയ്ക്ക് പടിഞ്ഞാറ് അടുത്തടുത്ത് കാണുന്ന തിളങ്ങുന്ന 2 നക്ഷത്രങ്ങൾ ഏതാ? ഇതായിരുന്നു ആ മിടുക്കൻ അറിയേണ്ടിയിരുന്നത്. മുകളിൽ ശനി, താഴെ വ്യാഴം, തൊട്ടാണ് നിൽപ്പ്. മറുപടി കൊടുത്തു. ഈ 2 വിദ്വാൻമാരും തോളിൽ കയറ്റി നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം വരാൻ പോവുകയാണ്. നമുക്ക് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ജ്യോതിശാസ്ത്ര കുതികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ വാർത്ത. ചന്ദ്രൻ്റെ രഹസ്യങ്ങൾ തേടി ചൈന അയച്ച ചാങ് ഈ 5 പേടകം അവിടെ നിന്ന് 2 കിലോ പാറകളുമായി തിരിച്ചെത്തിയ വാർത്തയാണിത്. ചന്ദ്രൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ അഗ്നിപർവ്വത പ്രദേശമായ മോൺസ് റങ്കറിൽ നിന്ന് ശേഖരിച്ചവയാണിവ. എന്തായാലും മലയാളികൾക്ക് പൊതുവെ ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അതാണ് ഈ വാർത്ത ഇവിടെ പ്രത്യേകമായി പറയാൻ കാരണമായത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ഡിസംബർ 21-ന് കൗതുകകരമായ ഒരു ആകാശ കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോണത്. വ്യാഴവും ശനിയും ഒട്ടിച്ചേർന്ന് ഒന്നായ പോലെ നിൽക്കും. അന്ന് വ്യാഴശനി ഗ്രഹയോഗം എന്ന് നമുക്ക് ഈ പ്രതിഭാസത്തെ വിളിച്ചാലോ? എന്താ? ഇവ തമ്മിൽ അന്ന് 0.1 ഡിഗ്രി ആകും കോണകലം. ഭൂമിയിൽ നോക്കുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ ഇത്. യഥാർത്ഥത്തിൽ 75 കോടി കിലോമീറ്റർ വരും അപ്പോഴും അകലം. നമുക്ക് ഈ 2 വിദ്വാന്മാരൊന്ന് പരിചയപ്പെടാം. ഗ്രഹങ്ങളിൽ ഗുരുസ്ഥാനീയനായ വ്യാഴാകാം ആദ്യം. മറ്റ് ഗ്രഹങ്ങളുടെ മൊത്തം ദ്രവ്യമാനത്തിൻ്റെ ഇരട്ടി ദ്രവ്യമാനമുണ്ട് ഈ വിദ്വാന്. സൂര്യനിൽ നിന്ന് 5-ാമതായാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്ന് 77,85,47,200 കിലോമീറ്റർ ദൂരമുണ്ട്. പരിക്രമണകാലം 11.86 വർഷം. നമുക്ക് ശരാശരി 12 വർഷം എന്ന് കണക്കാക്കാം. ഈ 12 വർഷത്തെയാണ് വ്യാഴവട്ടം എന്ന് വിളിക്കുക. ഗ്രഹങ്ങളിൽ വളയിട്ട സുന്ദരി എന്ന് പേരുള്ള സൗരയൂഥത്തിലെ 2-ാമത്തെ ഗ്രഹമാണ് ശനി. സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ 6-ാമത്തേത്. ആകർഷകം വലയങ്ങൾ തന്നെയാണ്. സൂര്യനിൽ നിന്നുള്ള ദൂരം 143,35,00,000 കിലോമീറ്ററാണ്. പരിക്രമണകാലം 29.46 വർഷം. നമുക്ക് ശരാശരി 30 വർഷം എന്നെടുക്കാം. സൂര്യനെ ചുറ്റാൻ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നതിനാൽ നമ്മുടെ ഈ വളയിട്ട സുന്ദരിയെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് മന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്. 1623-ലാണ് ഇതിനു മുമ്പ് ഇത്തരമൊരു ആകാശവിരുന്ന് നടന്നത്. ഗലീലിയോ ടെലസ്കോപ്പ് മാനത്തേക്ക് തിരിച്ചു വെച്ച് 14 വർഷങ്ങൾ പൂർത്തിയായ വർഷം. ഇനി അടുത്തതോ 2040 നവംബർ 5-നാണ്. പക്ഷേ ഇതിന് ഈ 21-ൽ അത്ര വലിയൊരു തിളക്കമില്ല. അത്ര അടുത്തല്ല അവയെ കാണുക. ഈ 21-ൽ അത്ര അടുത്ത് ഇനി കാണുന്നതോ 2050 മാർച്ച് 15-ന് മാത്രം, 59 കൊല്ലം കഴിഞ്ഞിട്ട്. നമുക്ക് ഈ ഗ്രഹയോഗം എന്താണെന്ന് ഒന്ന് വിശദമായി നോക്കിയാലോ? 20 വർഷങ്ങൾക്കിടയിൽ വ്യാഴവും ശനിയും പതുക്കെ ചേർന്ന് വരും ഇവരുടെ കറക്കത്തിനിടയിൽ. പിന്നീട് നമുക്കൊരുപോലെ തോന്നും, ഒന്നിച്ച് കാണും. തൊട്ടടുത്ത ദിവസം വ്യാഴം ശനിയെ മറികടന്ന് അങ്ങനെ പോകും. ഇതാണ് സത്യത്തിൽ ഗ്രഹയോഗം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി എന്താണ് ഈ 20 വർഷത്തിൻ്റെ പ്രത്യേകത? കേട്ടോളൂ. വ്യാഴം 12 വർഷം എടുക്കും സൂര്യനെ ചുറ്റാന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഒരു വർഷം കൊണ്ട് 30 ഡിഗ്രി. ശനിക്കാണെങ്കിൽ 30 വർഷം, അതായത് വർഷത്തിൽ 12 ഡിഗ്രി. വ്യാഴവും ശനിയും തമ്മിലുള്ള കോണളവ് അപ്പോൾ 18 ഡിഗ്രി. 30-ൽ നിന്ന് 12 കുറച്ചാൽ 18. 360 ഡിഗ്രി തിരിഞ്ഞു വരാൻ 20 വർഷമെടുക്കും. അതായത് 20 വർഷത്തിലൊരിക്കൽ ഈ കോണളവ് ഒന്നാകും എന്നാണ് ഇതിനർത്ഥം. ഈ ഗ്രഹയോഗം കൊണ്ട് നമുക്കെന്തെങ്കിലും ദോഷമുണ്ടോ? സാധാരണ എന്ത് ആകാശം സംഭവിച്ചാലും ജ്യോതിഷികൾ ഗുണദോഷ വിശകലനം നടത്തും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത്. ഒരു ദോഷമില്ല. നല്ലൊരു ആകാശത്തെ ഒരു വിസ്മയ കാഴ്ച കാണാം, അത്ര തന്നെ. എന്നാൽ 21-ന് തിങ്കളാഴ്ച ഈ ആകാശ കാഴ്ച കാണാൻ തയ്യാറായിക്കോളൂ. നന്ദി.